അവർ വന്ന ഉടനെ പോലീസിന് ഫോൺ ചെയ്യാൻ പാടില്ലായിരുന്നു. നിങ്ങൾ ഇത് എന്തറിഞ്ഞിട്ടാ മിസ്റ്റർ സംസാരിക്കുന്നത്? അവർ വന്നു തന്നെ ഫോൺ മുറിച്ച് കയ്യിലെടുത്തുകൊണ്ടല്ലേ, പിന്നെ പോലീസിനിട്ട് എന്തോ ചെയ്യാനാ? എന്റെ ബംഗ്ലാവിൽ ഇതാ ചെയ്തത്. ആദ്യം അവര് ഫോൺ മുറിച്ചു കളഞ്ഞു. ഫോൺ ചെയ്യാൻ പറ്റിയില്ല, പോട്ടെ, ഒരുത്തനെങ്കിലും വെടിവെച്ചിടാമായിരുന്നില്ലേ? തോക്കുണ്ടായിരുന്നല്ലോ നിങ്ങളുടെ കയ്യിൽ, അതും അവരെടുത്തോണ്ട് പോയി. ഓഹോ, അതും അവർക്ക് കൊടുത്തോ? അല്ലെങ്കിൽ തന്നെ തോക്കെടുത്താൽ എന്താ പ്രയോജനം? അവരവിടെ ഭസ്മമായി കളയില്ലേ? അവരുടെ കയ്യിൽ സർവത്ര തോക്കല്ലേ. എന്തായാലും ഇനി ഇങ്ങനെ ഉറക്കം കളയ്ക്കാൻ പറ്റില്ല. ഇവരെ പേടിച്ച് ഉറങ്ങിയിട്ട് ദിവസം എത്ര എന്നറിയാവൂ? ഇന്ന് തന്നെ അധികാരികളെ ചെന്ന് കാണണം. സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് പോലീസ് പാർട്ടി അയക്കുന്നു, അതോ നമ്മളും ഇതുപോലെ കൊള്ളയും കൊലയും തുടങ്ങണോ എന്ന് ചോദിക്കാം. ഇന്നത്തെ പത്രത്തിൽ ഒരു വിശേഷ വാർത്തയുണ്ട്. വിശേഷ വാർത്ത വായിച്ചു നോക്കൂ. എന്താണ്? നമ്മളെ അമർച്ച ചെയ്യാൻ വേണ്ടി ഒരു പോലീസ് ഓഫീസറെയും കുറെ പോലീസുകാരെയും സ്പെഷ്യൽ ഡ്യൂട്ടിയിൽ നിയമിച്ചിരിക്കുകയാണ് പോലും. അവരിന്ന് വൈകിട്ട് തീവണ്ടിയിൽ ഇവിടെ എത്തുന്നുണ്ട്. ഓ, അങ്ങനെയാണോ? അവരിവിടെ എത്തിയാൽ നമ്മളെല്ലാം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവില്ലേ? അതാണ് അവരുടെ ഉദ്ദേശം. എങ്കിൽ അവരിവിടെ എത്തണ്ട. മനസ്സിലായില്ല? അവരീ മണ്ണിൽ കാല് വെക്കരുതെന്ന്. ഓഹോ, ഇപ്പൊ മനസ്സിലായി. എങ്കിൽ ഉടൻ പുറപ്പെടണം. ഇപ്പൊ പുറപ്പെട്ടെങ്കിലേ ആ തീവണ്ടി പിടിക്കാൻ പറ്റൂ. രാമേട്ടാ, നീ ഇവിടെ നിന്നാൽ മതി. വേഗം പുറപ്പെടിൻ. ബാബു, തോമസ്, വേഗം വാ.
നേരപതി ചൂടായില്ലേ എടീ. നേരെ പിടി. മരുന്ന് തുണിയോടെ ഇതാ ഇത് കഴിക്കൂ. വേദന കുറവുണ്ടോ? എന്താ മിണ്ടാത്തത്? കുറവില്ലേ? ഈ വേദന സാരമല്ല സീതേ. ഇതിനേക്കാളൊക്കെ എത്രയോ വലിയ വേദനയാണ് എനിക്ക് വന്നുയർന്നിരിക്കുന്നത്. എന്തുണ്ടായി രാമോട്ട? എന്നെ വെടിവെച്ചത് ആരാണെന്ന് നിനക്കറിയാമോ? ആരാ? എന്റെ അനുജൻ. എന്ത്? ഗോപിയോ? അതെ. എനിക്കിത് വിശ്വസിക്കാൻ വയ്യ. ഞാൻ വളർത്തി പഠിപ്പിച്ച എന്റെ അനിയനെ കണ്ടാൽ ഞാൻ അറിയില്ലേ സീതെ? ഇതിനേക്കാൾ വലിയൊരു ശിക്ഷ ഇനി എനിക്ക് കിട്ടില്ല സീതെ. രാമോട്ടനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ വെടിവെച്ചത്? ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല. ഗോപിയാണെന്ന് അറിഞ്ഞ ഉടനെ ഞാൻ രക്ഷപ്പെടാൻ ശ്രമിച്ചു. അപ്പൊ വെടിയേറ്റു. എന്റെ അനുജൻ പഠിച്ചു മിടുക്കനാകണം, വലിയവനാകണം, ഉദ്യോഗസ്ഥനാകണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചു. അവൻ പഠിച്ചു, വലിയവനായി, ഉദ്യോഗസ്ഥനുമായി. പക്ഷേ സ്വന്തം ചേട്ടന് വെടിവെച്ച് പിടിക്കാനുള്ള ഉദ്യോഗമാണ് ദൈവം അവന് കൊടുത്തത്. എന്റെ കയ്യിൽ കൊണ്ട വെടി ചങ്കിന് കൊള്ളാതിരുന്നതിലാണ് എനിക്കിപ്പോ വേദന. രാമോട്ട, അങ്ങനെ പറയല്ലേ രാമോട്ട, അങ്ങനെ പറയല്ലേ. ഗോപി പറഞ്ഞ കാര്യങ്ങൾ അതിന്റെ എല്ലാ അർത്ഥത്തിലും ഗൗരവത്തിലും ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ അതൊന്നും ഉദ്യോഗം രാജിവെക്കാനുള്ള ന്യായീകരണങ്ങളായി എനിക്ക് തോന്നുന്നില്ല. സാറിന്റെ സഹായം കൊണ്ട് മാത്രമാണ് എനിക്ക് ഉദ്യോഗം കിട്ടിയത്. അത് ഉപേക്ഷിക്കുന്നതിന് മുമ്പ് സാറിനെ വന്ന് കണ്ട് പറയേണ്ട ബാധ്യത എനിക്കുണ്ട്. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. സാറിനെ തടയരുത്. ശരി, തടയുന്നില്ല. ഉദ്യോഗം രാജിവെച്ചിട്ട് ഗോപി എന്ത് നേടാൻ പോകുന്നു എന്നാണ് വിചാരം? സ്വന്തം ജ്യേഷ്ഠനെ അറസ്റ്റ് ചെയ്യാനുള്ള ചുമതലയിൽ നിന്നെങ്കിലും രക്ഷപ്പെടാമല്ലോ സാർ. രക്ഷപ്പെട്ടിട്ട്? അതേക്കുറിച്ച് ആലോചിച്ചില്ല. ആലോചിക്കണം. പറയൂ, ഉദ്യോഗം രാജിവെച്ചിട്ട് ഗോപി എന്ത് ചെയ്യാൻ പോകുന്നു? അതിപ്പോ ഞാൻ ചോദിക്കട്ടെ, ചേട്ടന്റെ കൊള്ളസംഘത്തിൽ ചേരാൻ പരിപാടിയുണ്ടോ? ഇല്ല. പിന്നെ ആത്മഹത്യ ചെയ്യുമോ? ഇല്ല. അതുമില്ല. പിന്നെ എന്താണ് ലക്ഷ്യമെന്ന് പറയൂ. ചേട്ടനെ തിരുത്തിയെടുത്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട് സാർ. അത് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അതിനൊരു മാർഗം പറഞ്ഞു തരൂ സാർ. ആ ലക്ഷ്യമുള്ള ആളാണോ ഈ വെഠിത്തത്തിന് ഒരുങ്ങുന്നത്? നിന്റെ ചേട്ടൻ കുറ്റവാളിയാണ്. എങ്ങനെ പോയാലും നിയമം അവനെ കസ്റ്റഡിയിലെടുക്കും. ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷയും കൊടുക്കും. അതിന് ഗോപി ഉദ്യോഗം രാജിവെച്ച് പോയത് കൊണ്ട് മാറ്റമൊന്നും സംഭവിക്കില്ല. ഗോപി പോയാൽ ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥന്മാർ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകും. അവരിൽ ആരെങ്കിലും ഒരാൾ ആ ചുമതല നിർവഹിക്കുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കില്ലെന്ന് തോന്നുന്നുണ്ടോ? സംശയമുണ്ടെങ്കിൽ പറയൂ. ഇല്ല, സംശയമില്ല. ഇനി ശിക്ഷ കഴിഞ്ഞ് പുറത്തു വരാതെ ഗോപിയുടെ ചേട്ടന് സ്വൈരമായി നാട്ടിൽ ജീവിക്കാൻ സാധ്യമല്ല. ശരിയല്ലേ? അതെ.
അതുകൊണ്ട് ആവുന്നത്ര വേഗത്തിൽ ചേട്ടന്റെ കസ്റ്റഡിയിലെടുത്ത് ചെയ്തു പോയ തെറ്റുകൾക്ക് ശിക്ഷയും വാങ്ങിക്കൊടുത്ത് പുറത്തു കൊണ്ടുവരിക. ചേട്ടനോട് സ്നേഹമുള്ള ഒരു അനുജന്റെ ഏറ്റവും വലിയ ബാധ്യത അതാണ്. എവിടെ നിന്നോ വരുന്ന ഒരു ബന്ധവുമില്ലാത്ത ഉദ്യോഗസ്ഥന്റെ കയ്യിൽ അകപ്പെടുന്നതാണോ അതോ സ്നേഹമുള്ള ഒരു അനുജന്റെ കയ്യിൽ ചേട്ടൻ അകപ്പെടുന്നതാണോ നല്ലത്? എന്നോട് ക്ഷമിക്കൂ സർ, ഞാൻ ഈ ഉദ്യോഗം രാജിവെക്കുന്നില്ല. ഗുഡ്, വെരി ഗുഡ്. എന്റെ ചേട്ടനെ ഞാൻ തന്നെ തിരുത്തിക്കൊണ്ടുവരും. എന്റെ എല്ലാ സഹായങ്ങളും നിർദ്ദേശങ്ങളും ഗോപിക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. വിഷ് യു ആൾ ദ ബെസ്റ്റ്.